കുറച്ചുകൂടെ അറിയാവുന്ന കുട്ടികൾ ഇതങ്ങ് ഡയറക്റ്റ് അങ്ങ് എഴുതി പോയാൽ മതി. ഇപ്പം നമുക്ക് ഡിയും കൂടെ എഴുതാനുണ്ട്. ഡി എത്രയായിരുന്നു? 10 ഇൻറ്റു 10 കുട്ടികൾക്ക് ചിലപ്പം ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോകും. ബ്രാക്കറ്റ് ഇടുക, കൃത്യമായിട്ട് കർശനമായിട്ടും ബ്രാക്കറ്റ് ഇട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. 1 അതുപോലെ എഴുതി. 25 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 24 ഇൻറ്റു 10. അപ്പം നിങ്ങൾക്ക് 24 ഇൻറ്റു 10 ബോട്ട് മാസ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. ആദ്യമേ നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള വാല്യൂസ് ചെയ്തതിന് ശേഷം ഡിവിഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് അഡീഷൻ. അത് കഴിഞ്ഞ് മാത്രമേ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ ബോട്ട് മാസ് പറയുന്നത്. അപ്പം ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യും. അതാണ് ഇവിടെ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് സാർ ആദ്യമേ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഡിവിഷൻ ഇല്ലല്ലോ. ഡിവിഷൻ ഇല്ല എങ്കിൽ പിന്നെ ഏതാ നോക്കേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. എം സ്റ്റാൻഡ് ഫോർ മൾട്ടിപ്ലിക്കേഷനെയാണ്. എ സ്റ്റാൻഡ് ചെയ്യുന്ന അഡീഷൻ. ഇത് ഗുണിച്ചതിന് ശേഷം കിട്ടുന്നതിനെ മാത്രമേ നിങ്ങൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് സബ്സ്ട്രാക്ഷൻ. ഞാനപ്പം ബോട്ട് മാസിന്റെ ആ കണ്ടീഷൻ ഇവിടെ മായ്ക്കുകയാണ്. എഴുതിയെടുക്കുന്നവർ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. 1 അതുപോലെ എഴുതി, പ്ലസ് ഇട്ടു. 24 ഇൻറ്റു 10 സിമ്പിളാണ്. 24ൻ്റെ കൂടെ ആ 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഇരുന്ന് ഗുണിക്കേണ്ട ആവശ്യമില്ല. പല കുട്ടികൾക്കും ഡൗട്ടുണ്ട്. ഇപ്പം 24ൻ്റെ കൂടെ 10 ഇട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും സാറേ എന്ന് പറഞ്ഞ് ഇവരിരുന്ന് ഗുണിക്കും. 24 ഇൻറ്റു 10 അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 10 ആണെങ്കിൽ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുമ്പം 240 കിട്ടും. ഇനി നിങ്ങൾ 24 ഇൻറ്റു 100 നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 24ൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുക്കുക. കറക്റ്റായി. 24 ഇൻറ്റു 1000 നിങ്ങൾ 1000 ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 24ൻ്റെ കൂടെ ഈ 3 zeros കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാര്യങ്ങൾ സിമ്പിളാവും. ഇത്രയേ ഉള്ളൂ. ഞാനപ്പോൾ ഇത് റബ്ബ് ചെയ്യാണ്. എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ 1 + 240 ഇനി എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കൂട്ടിയാൽ മതി. 240ൻ്റെ കൂടെ എന്തോ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂ കിട്ടുന്നത്? 241 കഴിയും. നിങ്ങളുടെ 25ാമത്തെ ടേം, അതായത് 25th ടേം എന്ന് പറഞ്ഞാൽ T25 ഈസ് 241 കഴിഞ്ഞു. ഇതുപോലെ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു 1001ാമത്തെ ടേം ഈ സീക്വൻസിൽ കണ്ടുപിടിക്കണം. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം.